ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഇന്ന് മിലു കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഒരു ധാബ സ്റ്റൈല് എഗ് പ്ലാന്റ് മസാലയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ പോകാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള എളുപ്പത്തിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇന്ന് അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് നമ്മുടെ എഗ് പ്ലാന്റ് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ എഗ് പ്ലാന്റ് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മസാല ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എഗ് പ്ലാന്റ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ എഗ് പ്ലാന്റിലോട്ടൊക്കെ നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാലയൊക്കെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് ഞങ്ങളിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ എഗ് പ്ലാന്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് പ്ലാന്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണയിലിട്ട്. ഇനി നമുക്കിത് മാറ്റാം. പ്ലാന്റ് വറുത്ത എണ്ണയിലോട്ട് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 3 പീസ് ബേ ലീഫ്, 3 പീസ് പട്ട, ഒരു 3 പീസ് ഗ്രാമ്പൂ, അതുപോലെ തന്നെ 3 പീസ് ഏലക്ക. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുമ്പേ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാലയുടെ ഒക്കെ നല്ല പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ഒരു 2 സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മസാലയിലോട്ട് ചേർക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ, അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു 3 ടേബിൾ സ്പൂൺ തൈര് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് നമ്മൾ തുറന്നു കൊടുത്ത് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ കടലമാവൊക്കെ ചേർത്തുകൊണ്ട് ഇടയ്ക്കൊന്ന് അടിക്കൊക്കെ പിടിക്കും ചില സമയത്ത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരുന്ന തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ച് വെള്ളം തൊടാതെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ ഉടച്ചു വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്കിപ്പം നമ്മളിപ്പോൾ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് അതിന് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന
എഗ് പ്ലാന്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ എഗ് പ്ലാന്റിലോട്ട് മസാലയൊക്കെ പിടിച്ച് വരുന്നവരെ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ധാബ സ്റ്റൈൽ എഗ് പ്ലാൻ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബട്ടർ നാൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി ഡിഷാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.